ഡോക്ടറെ ചെയ്തു. ഹണി ഒന്ന് പതുക്കെ പോ. കൊച്ചലിയ, ഞാൻ സ്പീഡ് കുറയ്ക്കുന്നതിനേക്കാൾ നല്ലത് കൊച്ചലിയും കുറച്ച് സ്പീഡ് കൂട്ടിയാ പോരെ. ഹണി ഒന്ന് മുന്നോട്ട് നോക്ക്. അയ്യോ, ഡോക്ടർ ബാലു ഇത് എങ്ങോട്ടാ പോയേ? അയ്യോ, ഡോക്ടർ ബാലു പറന്നു പോകുന്നു. പണി ഡോക്ടർ താഴെ വീഴും മുമ്പേ പിടിക്കണം. എടാ, അത് ഡോക്ടർ ബാലു ആണ്, അല്ലാതെ ക്രിക്കറ്റ് ബോൾ ഒന്നുമല്ല പറന്ന് പിടിക്കാൻ. സംശയമുണ്ടോ? അതെ, അങ്ങനെ ക്യാച്ച് എടുത്താലേ നമ്മുടെ ചമ്മന്തിയാവും. അയ്യോ, അയ്യോ, ഡോക്ടർ ബാലു, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഒന്ന് പറ ഡോക്ടറെ. കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പമുണ്ടാവാനാ? അമ്മ എന്നെ വഴക്ക് പറഞ്ഞില്ല, ഞാൻ ഭക്ഷണം കഴിച്ചില്ല, അതുകൊണ്ട് കൃത്യസമയത്ത് എന്നെ സ്കൂളിലെത്തണം. അപ്പൊ ബാൽ ഡോക്ടർക്ക് അമ്മയുണ്ടോ? കാക്ക കുളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കൊക്കാകില്ല, നീ ഒരിക്കലും നന്നാകില്ല. അമ്മ എല്ലാവർക്കും ഉണ്ട്. ചിലർക്ക് മുത്തച്ഛനുണ്ട്, ചിലർക്ക് മുത്തശ്ശിയുണ്ട്. ഇവിടെ വരൂ, ഇവരോടൊപ്പം നിന്നെ ഞാനിപ്പോ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ഞാൻ എന്റെ ഈ ക്രാഫ്റ്റ് വർക്കിന് ബെസ്റ്റ് ആക്കി തരാം. എനിക്ക് അല്പം ബുദ്ധിയുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉപയോഗിക്കാറുമുണ്ട്. ഞാൻ അങ്ങോട്ട് വരില്ല. സംശയമുണ്ടോ? ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ. അല്ലെങ്കിൽ ഞാൻ സത്യമായിട്ടും അമ്മയോട് പറഞ്ഞു കൊടുക്കും. എന്തിനാ അമ്മയോട് മാത്രമാക്കുന്നേ? വീട്ടുകാരോട് മുഴുവൻ പറഞ്ഞു. എന്നാലും ഞാനില്ല നിങ്ങളുടെ ഈ കുട്ടികളിക്ക് കൂട്ടു നിൽക്കാൻ. സംശയമുണ്ടോ? ഞാൻ എന്നെ പിടിക്കുമായിരുന്നു, എന്റെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് കാട്ടുമായിരുന്നു, നീ ശരിക്കും ഞെട്ടുമായിരുന്നു. പക്ഷെ എനിക്ക് സ്കൂളിലെത്തണം, അല്ലെങ്കിൽ എന്നെ കാണാതെ ടീച്ചർ വിളിക്കും. കഴുത്തിൽ കെട്ടുന്ന തുണിയെ സാധാരണ ടൈ എന്ന് പറയാം. തൽക്കാലം ഞാൻ നിങ്ങളോടെല്ലാം ബൈ എന്ന് പറയാം. പോട്ടെ. അല്ല, ഈ ബാൽ ഡോക്ടർക്ക് എന്താ വട്ടായതാണോ? അല്ല, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കുന്നേ. പക്ഷെ പെരുമാറ്റം മുഴുവനും കുട്ടികളെ പോലെ തന്നെയാണ്. അപ്പൊ ഡോക്ടർ എന്തിനാ സ്കൂളിലേക്ക് പോയത്? ചിലപ്പോ കുട്ടികളുടെ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടാവും. സംശയമുണ്ടോ? എനിക്കിപ്പോ ശരിക്കും സംശയമുണ്ട്. എനിക്കുണ്ട്. സംസാരം ഒട്ടും ശരിയല്ല. ഡോക്ടറിന് എന്തോ പ്രശ്നമുണ്ട്. വാ, എന്തായാലും നമുക്ക് പോയി നോക്കാം. എന്റെ പുതിയ അയൽവാസിയാണ് ജോയി. വെയിറ്റ് ചെയ്യണേ, ഞാൻ അല്പം ലേറ്റ് ആയി പോയി. അടികൈ. ശരി ശരി, ഇതിൽ കൈയടിക്കേണ്ട കാര്യമില്ല. കന്നാങ്കിളെ, എന്നെ സ്കൂൾ വരെ ഒന്ന് വിടാമോ? കന്നാങ്കിൾ, ഞാൻ ബിസിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ കന്നാങ്കിൾ, ഞാൻ ബിസിയാണ്, ലേറ്റ് ആയി പോയി. ഡോക്ടർ വേണമെങ്കിൽ നടന്നു പോ. അല്ല, ഒരു ഡോക്ടർ ഒന്ന് ചുമ്മാ ശല്യം ചെയ്തോണ്ടിരിക്കുകയാണെന്നേ. എന്റെ മാഷ, ഞാൻ അസിസ്റ്റന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പേപ്പേഴ്സ് അയാളുടെ കയ്യിലാണ്. പക്ഷെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്? കുക്കർ ചീറ്റുന്നത് പോലെ ഉണ്ട്. ഇപ്രാവശ്യം മഴ കുറവാണ് പെയ്തത്. ഡോക്ടർ ബാലു, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഞാൻ കൈയടിക്കാൻ പറയുമ്പോഴൊന്നും നിങ്ങൾ കൈയടിക്കാറില്ല. ഇപ്പൊ ചുമ്മാ എന്ന് കൈയടിക്കുവാണോ? എന്നോട് സ്കൂളിലേക്ക് നടന്നു പോകാൻ പറഞ്ഞില്ലേ? ഇനി കന്നാങ്കിളും നടന്നു തന്നെ പൊയ്ക്കോളൂ. താങ്കൾ ഇവിടെ എന്ത് ചെയ്യാണ് ഡോക്ടർ ബാലു? രോഗികൾ താങ്കളെ വെയിറ്റ് ചെയ്യാണ്. വേഗം വരൂ. വേഗം വാ, എന്നെ വേഗം സ്കൂളിലേക്ക് വിട്. ഡോക്ടർ ബാലു, ഡോക്ടർ ബാലു, ഡോക്ടർ ബാലുവിനെ കൊണ്ട് തോറ്റു. പിള്ളേരെ പോലെ പെരുമാറുന്നത്. എന്റെ ടയറിനെ കാറ്റഴിച്ച് കളഞ്ഞിട്ട് കൈകൊട്ടി ചിരിക്കുക. ഞങ്ങളുടെ അടുത്തും കുട്ടികളെ പോലെയാണ് പെരുമാറിയിരുന്നത്. എന്തോ പ്രശ്നമുണ്ട്. അദ്ദേഹം എങ്ങോട്ടാ പോയത്? കർത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വന്നിരുന്നു. പക്ഷെ ഡോക്ടർ സ്കൂളിലേക്ക് പോണെന്നാ അപ്പൊ പറഞ്ഞത്. സ്കൂളിൽ തന്നെ കാണും. വാ, നമുക്ക് അവിടെ പോയി നോക്കാം.
എന്നെ വെറുതെ വിടൂ. എന്റെ കോളറിൽ നിന്ന് വിടൂ. ഇതെനിക്ക് സ്കൂളിലേക്ക് പോകാനുള്ള സമയമാണ്. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. യു ആർ ഡോക്ടർ ബാലു. ആദ്യം രോഗികളൊന്ന് നോക്കൂ. ഡോക്ടർ സാറേ, നടക്കുമ്പോ എന്റെ കാലുകളൊക്കെ വേദനിക്കുന്നു. എന്നാ നടക്കാതിരുന്ന പോരെ? ഡോക്ടർ എന്തൊക്കെയാ ഈ പറയുന്നത്? നടക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ നിന്റെ ഈ പ്രശ്നം ഇപ്പൊ തന്നെ തീർത്തു തരാം. നിന്റെ ഈ പ്രശ്നത്തിന് ഇപ്പൊ തന്നെ സൊല്യൂഷൻ ഉണ്ടാക്കി തരാം. കഴിഞ്ഞു. ഇനി നിനക്കൊരിക്കലും നടക്കാൻ പറ്റില്ല. ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവുകയുമില്ല. കാലുകൾ വേദനിക്കില്ല, കാരണം നിനക്ക് നടക്കാനാവില്ല. പക്ഷെ ഇപ്പോഴും എനിക്ക് വേദനിക്കുന്നുണ്ട്. അതിന് നീ ഡോക്ടറിന്റെ അടുത്തല്ലേ പോകേണ്ടത്? എന്റെ അടുത്ത് എന്തിനാണ് വന്നത്? അയ്യോ അയ്യോ എടാ മരമാക്രി, നോക്കി നിൽക്കാതെ അഴിച്ചുതാ. കർത്താ, എല്ലാവരുടെയും സുഹൃത്താ, ഞാൻ ഡോക്ടർ സാറിന്റെ ചികിത്സാ രീതിയിൽ ഇടപെടില്ല. എടാ മരത്തലയാ, എങ്ങോട്ടാ പോകുന്നേ? കർത്താ, കർത്താ. നിങ്ങൾ മരത്തിൽ കളിക്കൂ, ഞാൻ ഗാർഡനിൽ പോയി കളിച്ചോളാം. മേഡം എന്താ മരത്തിന്റെ മുകളിൽ കയറിയത്? അല്ല, ഞാൻ കേറിയതല്ല. ഡോക്ടർ ബാലു ചെവിയുടെ അടുത്ത് വന്ന് ബലൂൺ പൊട്ടിച്ചപ്പോ പേടിച്ച് ഞാൻ മരത്തിന്റെ മുകളിലെത്തിയതാ. മിസ് കാട്ട്കർ. ഡോക്ടർ ബാലു എല്ലാരോടും കുട്ടിക്കളി കളിക്കുന്നത് എന്തിനാണ്? അതെ, ഇപ്പോതാ എനിക്ക് വഴിയിൽ വെച്ച് ചീഞ്ഞ ആപ്പിൾ കഴിക്കാൻ തന്നോ. ആഹാ, ഡോക്ടർ ഫാലു, നിങ്ങൾ ആപ്പിൾ കഴിക്കുവാണോ? അങ്കിളും കഴിക്കുന്നേ. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഞാൻ ഇത്ര പെട്ടെന്ന് നിങ്ങളെ അങ്കിളായോ? ചീഞ്ഞ ആപ്പിളാണത്. വളരെ വിചിത്രമായിരിക്കുന്നു. ഡോക്ടർ ബാലുവിന് എന്തോ പ്രശ്നമുണ്ട്. ഇങ്ങി വരൂ, നമുക്ക് പോയി അന്വേഷിക്കാം. ഞങ്ങളും അദ്ദേഹത്തെ അന്വേഷിക്കായിരുന്നു. സ്കൂളിൽ ചെന്നു, അവിടെയും അദ്ദേഹം ഇല്ല. ആ, എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാർഡനിൽ കളിക്കാൻ പോകുന്നുണ്ടെന്ന്. വരൂ വരൂ, നമുക്ക് ഗാർഡനിൽ പോയി നോക്കാം. ഡോക്ടറെ, ഡോക്ടർ ചെയ്തത് ഒട്ടും ശരിയായില്ല കേട്ടോ. സോറി, എനിക്ക് ഉറക്കം വരുന്നു. ഇങ്ങനെ ചെയ്ത് ക്ഷീണിച്ചു. എന്റെ കണ്ണെന്ന ആകാശത്ത് ഉറക്കത്തിന്റെ കാർമേഘങ്ങൾ മൂടി. എനിക്കൊരു കഥ പറഞ്ഞു തരൂ. അമ്മയെ ഓർമ്മ വരുന്നുണ്ട്. കുട്ടികളെ പോലെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ? എടാണി, കുട്ടികളെ പോലെ തന്നെയല്ലേ അയാൾ പെരുമാറുന്നതും? എന്റെ കൂടെ ഇപ്പൊ ഗാർഡനിൽ കളിക്കുമായിരുന്നു. എന്നിട്ട് കുട്ടികളെ പോലെ കൈകൊട്ടി ചിരിക്കുമായിരുന്നു. ഞങ്ങളോടും കുട്ടികളെ പോലെ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. എന്റെ അടുത്തും അങ്ങനെ തന്നെയാ. ഹാ, എന്റെ അടുത്തും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് മനസ്സിലായി, ഇന്നലത്തേത് അപകടമായിരുന്നു. അതുകൊണ്ടാ ഇയാൾ ഇങ്ങനെ ആയത്. തലയ്ക്ക് അടി കൊണ്ടോണ്ട് ഇപ്പൊ കുട്ടികളെ പോലെ ആയിരിക്കുക. അങ്ങനെ സംഭവിക്കാൻ ഒട്ടും സാധ്യതയില്ല. അല്ല, സംഭവിക്കാറുണ്ട്. ഞാൻ അങ്ങനെ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചില അടി കിട്ടുമ്പോൾ നമ്മുടെ ലൈഫിലെ ചില ഘട്ടങ്ങൾ നമ്മൾ മറന്നു പോകാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കുട്ടിക്കാലം മാത്രമേ ഓർമ്മയിലുള്ളൂ. അപ്പൊ ഇദ്ദേഹത്തെ ഡോക്ടറെ അടുത്ത് എത്തിക്കണം. സംശയമുണ്ടോ? വേണ്ട, ഡോക്ടർ കുത്തിവെക്കും. ട്രീറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട്.
എന്റെ ഫ്രണ്ടിന്റെ സ്വന്തം നാടാണ് ഇടുക്കി. എന്നെ താഴെ ഇറക്ക്. ഡോക്ടർ കാരണം ഞാൻ മരത്തിലുടക്കി. അടികൈ. ദാ ഞാൻ കൈയടിച്ച് കഴിഞ്ഞു ഖന്ന സാറേ. അപ്പൊ തന്നെ തന്നെ താഴെ എത്തിക്കോളും. സംശയമുണ്ടോ? ഡോക്ടർ ബാലു ഒന്ന് നിൽക്കൂ. ഞാൻ നിങ്ങൾക്ക് ചോക്ലേറ്റ് വാങ്ങിത്തരാം. ആദ്യം റൈറ്റ്, ഇനി ലെഫ്റ്റ്. എന്റെ ഡോക്ടർ ബാലു ഒന്ന് നിക്ക്. ഹൈ, ഹാ, ഹൈ, ഹാ, ഡോക്ടർ ബാലു പ്രശ്നമൊന്നുമില്ലല്ലോ. എന്റെ തലയിൽ ചെറിയ വേദനയുണ്ട്. അന്തരീക്ഷത്തിന് ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായി വിയർക്കുന്നുണ്ട്. ഡോക്ടറിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെങ്കിൽ വേഗം സ്കൂളിലോട്ട് വിട്ടോ. പക്ഷെ കുസൃതി ഒന്നും കാണിക്കരുത്. ഇവിടെ വരൂ. തന്റെ തലയെന്ന ഭരണിയിൽ വിവരമെന്ന ഉപ്പുമാങ്ങയില്ലേ? ഞാൻ എന്തിനാ സ്കൂളിൽ പോകുന്നത്? ഞാൻ നേരത്തെ പഠിച്ച് ഡോക്ടറായതല്ലേ. ഞാൻ ക്ലിനിക്കിലേക്ക് പോവുകയാണ്. അടിച്ചു പൊളച്ചു തിമിർത്തു. ഡോക്ടറുടെ തലയ്ക്ക് വീണ്ടും ഒരു അടി കൊണ്ടപ്പോ പഴയതുപോലെയായി. സംശയമുണ്ടോ? എന്തായാലും ബാലു ഡോക്ടറിന് ഓർമ്മ തിരിച്ചു കിട്ടി. നമ്മുടെ എല്ലാവരുടെയും പേടി മാറി കിട്ടി. മഴ നന്നായി പെയ്യുന്ന മാസമാണ് ജൂണ്. ഹണിയുടെ അബദ്ധം കൊണ്ട് ഇപ്പൊ നല്ലൊരു കാര്യം സംഭവിച്ചിരിക്കുകയാണ്. ഓ, ഖന്ന സാർ, താങ്കളുടെ കവിതകൾ ഇപ്പോൾ വലുതായി വരുവാണല്ലോ. മിസ് കാട്കർ, അധികം സമയം വേണ്ട അടുപ്പിൽ തീ കൂട്ടാൻ. കവിത എന്താ കോഴിക്കുഞ്ഞു വല്ലതാണോ ഇങ്ങനെ വലുതായി കൊണ്ടിരിക്കാൻ? അടികൈ.